അപ്പോൾ ഗുഡ് മോർണിംഗ് ഗൈസ്. എനിക്ക് ഇൻകം ടാക്സിൽ കിട്ടിയിരിക്കുന്ന ടോപ്പിക് എന്ന് പറഞ്ഞാൽ പവേഴ്സ് ഓഫ് CBDT ആണ്. CBDTൻ്റെ ഫുൾ ഫോം എന്ന് പറഞ്ഞാൽ സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്റ്റ് ടാക്സസ് എന്നാണ്. അതിൽ കിട്ടിയിരിക്കുന്ന അതിൻ്റെ പവേഴ്സാണ് എനിക്ക് കിട്ടിയിരിക്കുന്ന ടോപ്പിക്ക്. ദെൻ ഇൻകം ടാക്സ് അതോറിറ്റീസിൻ്റെ സുപ്രീം ലെവലിൽ വരുന്നതാണ് എന്തെന്ന് പറയുന്നത് CBDT എന്ന് പറയുന്നത്. ഇൻകം ടാക്സിലെ എപ്പെക്സ് ബോഡിയാണ് എന്ത് CBDT. അതുപോലെ തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് ഹെഡ് എന്ന് ചോദിച്ചാലും CBDT ആണ് നമ്മൾ എന്തിന് എക്സാമിൻ്റെ ടൈമിൽ എഴുതുക. ഇറ്റ് ഈസ് ദി അപ്പെക്സ് ബോഡി ഓഫ് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ്. ഇറ്റ് ഈസ് ദി അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് സുപ്രീം ഹെഡ് ഓഫ് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് എന്നാണ് പറയുന്നത്. അതിൻ്റെ പവേഴ്സ് എന്ന് പറഞ്ഞാൽ ഇനി അടുത്തത് CBDTൻ്റെ പവേഴ്സ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് പോയിൻ്റ് മേക്ക് റൂൾസ് എന്ന് പറഞ്ഞാൽ ഇൻകം ടാക്സ് നമുക്കറിയാം പാർലമെൻറ്റ് പാസ്സാക്കിയിട്ടുള്ള ഒരു ആക്റ്റാണ്. ഇൻകം ടാക്സിൻ്റെ ഡേ ടു ഡേ കാര്യങ്ങൾക്കൊക്കെ അനുസരിച്ച് നിർണ്ണയിക്കാനും റൂൾസ് പാസ്സാക്കാനും CBDTക്ക് അധികാരമുണ്ട്. അതായത് റൂൾസ് നിർമ്മിക്കാനുള്ള അവകാശം അവർക്ക് ഉണ്ട്. അതാണ് ഫസ്റ്റ് പോയിന്റിൽ പറയുന്നത്. സെക്കൻഡ് പോയിന്റിൽ പറയുന്നത് ഇഷ്യൂ ഇൻസ്ട്രക്ഷൻസ്. ഇവർക്ക് താഴെയുള്ള കുറേ ഇൻകം ടാക്സ് അതോറിറ്റീസൊക്കെ ഇല്ലേ, അവർക്ക് വേണ്ടിയിട്ട് നിർദ്ദേശങ്ങളും ഡയറക്ഷൻസ് കൊടുക്കാനുള്ള പവേഴ്സും CBDTക്ക് ഉണ്ട് എന്നാണ് പറയുന്നത്. തേർഡ് പോയിന്റ് പറയുന്നത് അഡ്മിനിറ്റിംഗ് ക്ലെയിംസ് ഫോർ എക്സംഷൻസ്. അതിൽ നമ്മൾ പറഞ്ഞു, അതായത് ഇൻകം ടാക്സിന് ചില എക്സംഷന്, ഡിഡക്ഷന്, റീഫണ്ട് ഒക്കെ കിട്ടും. ഇതിനൊക്കെ ഓരോ സ്പെസിഫൈഡ് പീരീഡ് ഉണ്ടാവും. ക്ലെയിംസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അഡ്മിറ്റ് ചെയ്യാനുള്ള പവേഴ്സ് CBDTക്ക് ഉണ്ട് എന്നാണ് ഈ പോയിൻറ്റ്സിൽ പറയുന്നത്. ദെൻ ഫോർത്ത് പോയിന്റ് പറയുന്നതാണ് റിലാക്സേഷൻ ഓഫ് കംപ്ലയൻസ് റിക്വയർമെൻറ്റ്സ്. അതായത് ഏതെങ്കിലും കാര്യത്തിൽ വളരെ കോംപ്ലക്സിറ്റി ആയിട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് റിലാക്സ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയുള്ള പവർ CBDTക്ക് ഉണ്ട് എന്നാണ് പറയുന്നത്. ദെൻ നെക്സ്റ്റ് പോയിന്റ് അപ്പോയിൻമെൻറ്റ് എന്ന് പറഞ്ഞാൽ ഡെപ്യൂട്ടി കമ്മീഷണർക്കും അതുപോലെ തന്നെ അസിസ്റ്റൻറ്റ് കമ്മീഷണർക്കും താഴെയുള്ള, അതായത് ഇൻകം ടാക്സ് ഓഫീസേഴ്സ്, ടാക്സ് റിക്കവറി ഓഫീസേഴ്സ്, അങ്ങനെയുള്ള അതോറിറ്റീസിന് അപ്പോയിൻറ്റ് ചെയ്യാനുള്ള റൈറ്റ് CBDTക്ക് ഉണ്ട് എന്നാണ് ഇതിൽ പറയുന്നത്. ദെൻ നെക്സ്റ്റ് പോയിന്റ് ഓതറൈസ് എന്ന് പറഞ്ഞാൽ എക്സിക്യൂട്ടീവ്സിനെ അപ്പോയിൻറ്റ് ചെയ്യാനും അവ ഓതറൈസ് ചെയ്യാനുള്ള പവർ ഈ സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്റ്റ് ടാക്സിന് ഉണ്ട്. ദെൻ നെക്സ്റ്റ് പോയിന്റ് പറയുന്നതാണ് ഡിക്ലയറിംഗ് ആസ് കമ്പനി. ഇതിൽ പറയുന്നത് നിയമാനുസൃതമായിട്ട് ഒരു കമ്പനി അല്ലെങ്കിൽ അതർവൈസ് ഒരു അസോസിയേഷൻ ആയാൽ പോലും ഒരാൾക്ക് ഒരാളായിരിക്കും പ്രഖ്യാപനം നടത്തൽ. അതാണ് ഈ പോയിന്റിൽ പറയുന്നത്. ദെൻ നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് എൻ്റർടൈനിങ് ഒബ്ജെക്ഷൻസ് പറഞ്ഞാൽ ഇവർ ഏതെങ്കിലും തരത്തിലുള്ള ബുക്സ് ഓഫ് അക്കൗണ്ട്സ് കണ്ടെത്തിയെന്ന് വിചാരിക്കും. അതിനെന്തെങ്കിലും ഒബ്ജെക്ഷൻസ് ഓർ പെറ്റീഷൻസ് വരികയാണെങ്കിൽ അതൊക്കെ തീരുമാനിക്കുന്നത് CBDT ആയിരിക്കും. ദെൻ നെക്സ്റ്റ് എന്ന് പറയുന്നതാണ് സെർച്ച് ആൻഡ് സീസ് എന്ന് പറഞ്ഞാൽ കൻ ടാക്സ് സ്റ്റെപ്സ് റിഗാർഡിങ് സെർച്ച് ആൻഡ് സീസ്. അതായത് നമ്മുടെ ആവശ്യമില്ലാണ്ട് നമ്മുടെ വീട്ടിലൊക്കെ കുറേ പണം, ക്യാഷ് മണി ഇങ്ങനെ വെക്കുകയാണെങ്കിൽ റെയ്ഡ് ചെയ്യൂലേ, ആ റെയ്ഡ് പറയുന്നതാണ് എന്തെന്ന് പറയുന്നത് സെർച്ച് ആൻഡ് സീസർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് ജുറിസ്ഡിക്ഷൻ. അതിൽ പറയുന്നത് ഓരോ ഇൻകം ടാക്സ് അതോറിറ്റീസിനും അവരുടേതായ ജുറിസ്ഡിക്ഷൻ ഉണ്ടാകും. ജോയിൻറ്റ് ഡയറക്ഷൻ, ഡെപ്യൂട്ടി ഡയറക്ഷൻ, ഇവർക്കൊക്കെയാണ് ജുറിസ്ഡിക്ഷൻ ഇതൊക്കെ ഉണ്ടാകുക. ഏരിയ ഓഫ് ഓപ്പറേഷൻസ് ഡിറ്റർമൈൻ ചെയ്യുന്നത് CBDT ആണെന്നാണ് ഈ പോയിൻറ്റ്സിൽ പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് പാൻ എന്ന് പറഞ്ഞാൽ പ്രിസ്ക്രൈബ് വേർ പാൻ ഈസ് നെസസറി. പാൻ എന്ന് പറയുന്നത് നമ്മുടെ ഈ പാൻ കാർഡില്ലേ, നമുക്ക് നമ്മുടെ ഇതിനൊരു
എന്താണ് പാൻ കാർഡ് നിർബന്ധമെന്ന് പറയില്ലേ, അതേപോലെ അവർക്കും എന്താണ് ഒരു പാന് ഉണ്ടായിരിക്കും. ദെൻ അതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പവേഴ്സ് എന്ന് പറയുന്നത് CBDTൻ്റെ. ദെൻ നെക്സ്റ്റ് പറയുന്ന ടോപ്പിക്കാണ് പവേഴ്സ് ഓഫ് ദി ഡയറക്ടർ ജനറൽ, ചീഫ് കമ്മീഷണർ ആൻഡ് കമ്മീഷണർ. അതിൽ പറയുന്ന കുറച്ച് ടോപ്പിക്സ് ഉണ്ട്. അതിൽ പറയുന്ന ഫസ്റ്റ് ടോപ്പിക്സാണ് എക്സൈസിങ് പവേഴ്സ്. ഇതിൽ പറയുന്നത് നമ്മളിപ്പോൾ ഓരോരോ ഏരിയ ആക്കി ഓരോരോ പേഴ്സൺസിനോ ഇൻകത്തിൻ്റെ ബേസിലോ ആയിരിക്കും എന്ത് ടാക്സ് ചാർജ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ പവേഴ്സും ഫങ്ഷൻസും ഒക്കെ അസസിങ് ഓഫീസർക്ക് എന്തായിരിക്കും അസസിങ് ചെയ്യുക എന്നതാണ് ഇതിൽ പറയുന്നത്. ദെൻ സെക്കൻഡ് വൺ പറയുന്നത് സെർച്ച് ആൻഡ് സീസർ. നേരത്തെ പറഞ്ഞ പോയിന്റിൽ നമ്മൾ ഇതേപോലെ തന്നെ പറഞ്ഞിട്ടുണ്ട് ഒരു സ്റ്റെപ്പ്. ദ ഡയറക്ടർ ജനറൽ ഓർ ചീഫ് കമ്മീഷണർ, അതായത് അനധികൃതമായിട്ട് ക്യാഷൊക്കെ വെച്ചാൽ എന്താണ് ഇൻകം ടാക്സുകാർ എന്തായിരിക്കും റെയ്ഡ് ചെയ്യൂലേ, വീട്ടിൽ വന്നിട്ട് നമ്മൾ ഇങ്ങനെ സെർച്ച് ചെയ്യൂലേ. അപ്പോൾ ആ റെയ്ഡ് ചെയ്യുന്നതിനാണ് ആ അവകാശം ആർക്കാണുള്ളത്? ഡയറക്ടർ ജനറൽ ഓർ ചീഫ് കമ്മീഷണർക്കാണ് ഇതിൻ്റെ അവകാശം പവർ ഉള്ളത്. ദെൻ തേർഡ് പോയിൻ്റാണ് ട്രാൻസ്ഫർ ഓഫ് കേസ്. ഇതിൽ പറയുന്നത് ഒരു അസസിങ് ഓഫീസറിൻ്റെ അടുത്തു നിന്നും മറ്റൊരു അസസിങ് ഓഫീസറിലേക്ക് കേസൊക്കെ ട്രാൻസ്ഫർ ചെയ്യൂലേ, ആ ഒരു കാര്യമാണ് ഈ പോയിന്റിൽ പറയുന്നത്. ദെൻ ഫോർത്ത് പോയിന്റിൽ റിക്വസിഷൻ ഓഫ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ്. ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഒക്കെ പ്രോപ്പറായിട്ട് കീപ്പ് ചെയ്യാനും അതൊക്കെ നോക്കുന്നതിനും വേണ്ടിയിട്ടാണ് ഈ പോയിന്റിൽ പറയുന്നത്. ദെൻ ഫിഫ്ത്ത് പോയിന്റ് പറയുന്നത് എൻക്വയറി പറയുന്നത് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ എൻക്വയറി നടത്തൂലേ നമ്മൾ, ആ പവർ ഡയറക്ടർ ജനറലോ ഓർ ചീഫ് കമ്മീഷണർക്കോ അല്ലെങ്കിൽ കമ്മീഷണർക്കോ ആയിരിക്കും ഇതിൻ്റെ ഉത്തരവാദിത്യം ഉണ്ടാവുക. ദെൻ നെക്സ്റ്റ് പോയിന്റ് പറയുന്നത് നോട്ടീസ് ഫോർ റീഅസസ്മെൻറ്റ് കണ്ടക്ട് ചെയ്യണമെങ്കിൽ അതിൻ്റെ നോട്ടീസ് കൊടുക്കേണ്ട പവർ ആർക്കാ? ചീഫ് കമ്മീഷണർക്കോ ഒക്കെ ആണ്. ആ റെലവൻറ്റ് അസസ്മെൻറ്റ് ഇയർ അതിൻ്റെ 4 വർഷത്തിൻ്റെ ഉള്ളിലായിരിക്കണം റീഅസസ്മെൻറ്റ് ചെയ്യേണ്ടത്. ദെൻ 7th പോയിന്റ് പറയുന്നത് ഇൻട്രസ്റ്റ് പേയബിൾ ഓൺ റീഫണ്ട്സ്. ദെൻ ഡിലൈഡ് പേയ്മെൻറ്റ് നടത്തുകയാണെങ്കിൽ അതിൻ്റെ ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ് തീരുമാനിക്കേണ്ടത് അതിൻ്റെ പവർ ഉള്ളത് ആർക്കാ? ചീഫ് കമ്മീഷണർക്കോ അല്ലെങ്കിൽ കമ്മീഷണർക്കോ ആണ്. അല്ലെങ്കിൽ ഗവൺമെൻറ് പേ ചെയ്യേണ്ട പേയബിൾ ആയിട്ടുള്ള ആ ഇൻട്രസ്റ്റിൽ എക്സ്ക്ലൂഷൻ പീരീഡ് തീരുമാനിക്കുന്നത് ആരാണ്? ഇവരാണ്, ഈ പറഞ്ഞ ആൾക്കാരാണ്. ദെൻ 8th പോയിന്റ് പറഞ്ഞത് സെറ്റ് ഓഫ് റീഫണ്ട്. സെറ്റ് ഓഫ് ചെയ്യാനുള്ള, അതായത് ആരെങ്കിലുമൊക്കെ ഡിലേഡ് പേയ്മെൻറ്റ് നടത്താതിരിക്കോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ചെയ്യുമ്പോൾ അവിടെ നമുക്കൊരു സെറ്റ് ഓഫ് ചെയ്യാനുള്ള പവർ ആർക്കാണുള്ളത്? ചീഫ് കമ്മീഷണർക്കോ അല്ലെങ്കിൽ കമ്മീഷണർക്കോ ആണ് അതിൻ്റെ പവർ ഉണ്ടാവുക. ദെൻ 9th പോയിന്റ് പറയുന്ന മോഡിഫയിങ് ഓർഡേഴ്സ്, അതായത് അസസ്മെൻറ്റ് മോഡിഫൈ ചെയ്യാനോ ചെയ്യാനോ ഉള്ള റൈറ്റ് ഈ ഡയറക്ടർ ജനറൽ ഓർ ആ ഗ്രൂപ്പുകൾക്കാണ് അതിൻ്റെ അധികാരം ഉള്ളത്. ദെൻ നെക്സ്റ്റ് പോയിന്റ് റിവൈസ്ഡ് ഓർഡർ. ചില സെർട്ടൻ കേസസിൽ ഓർഡേഴ്സൊക്കെ റിവൈസ്ഡ് ചെയ്യാനുള്ള പവർ ഉണ്ട്. ആർക്കാണ് ആ പവർ ഉള്ളത്? കമ്മീഷണർക്കാണ് ആ പവർ ഉള്ളത്. ദെൻ നെക്സ്റ്റ് പോയിന്റ് റെഡ്യൂസ് പെനാൽറ്റി. ഇതിൽ പറയുന്നത് ഇമ്പോസ്ഡ് പേഴ്സണിൻ്റെ മുകളിൽ, അതായത് പിഴ ചുമത്തപ്പെട്ട ആളുടെ മുകളിൽ പെനാൽറ്റി കുറയ്ക്കാനുള്ള പവർ ഡയറക്ടർ ജനറലിന് ഉണ്ട് എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് പോയിന്റ് പറയുന്നത് കൺസീൽഡ് ഇൻകം എക്സീഡ്സ് 5 lakhs, അതായത് പെനാൽറ്റി അണ്ടർ 271 സബ്സെക്ഷൻ 1 സബ്സെക്ഷൻ C പ്രകാരം പെനാൽറ്റിയിൽ റിഡക്ഷൻ കൊടുക്കാനുള്ള പവർ ഡയറക്ടർ ജനറലിനോ അല്ലെങ്കിൽ ചീഫ് കമ്മീഷണർക്കോ ആണ് ഉണ്ടാവുക. നെക്സ്റ്റ് പോയിൻ്റാണ് അറ്റാച്ചിങ് പ്രോപ്പർട്ടി. അറ്റാച്ചിങ് പവർ ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഓർഡേഴ്സിൽ ഒക്കെ അപ്രൂവൽ കൊടുക്കാനും എന്നുള്ളത്
ഈ പവറൊക്കെ ആർക്കാണ് ഉള്ളത്? ഡയറക്ടർ ജനറലിൻ്റെ എന്താണ് പവറാണ് ഇത്. ദെൻ നെക്സ്റ്റ് പോയിന്റ് പറയുന്നതാണ് അപ്പോയിൻമെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഇതിൻ്റെ ഇൻകം ടാക്സിന് കീഴിൽ വരുന്ന ആൾക്കാർ, ബിലോ കേസിൽ വരുന്ന റാങ്കിൽ വരുന്ന ആൾക്കാരെ അപ്പോയിൻറ്റ് ചെയ്യാനുള്ള പവർ അസിസ്റ്റൻറ്റ് കമ്മീഷണർക്കോ അല്ലെങ്കിൽ ഡെപ്യൂട്ടി കമ്മീഷണർക്കോ എന്താണ് ആയിരിക്കും. ലാസ്റ്റ് പോയിന്റ് പറയുന്ന അപ്പോയിൻറ്റ് സ്റ്റാഫ്. ഇതേപോലെ തന്നെയാണ് പറയുന്നത്. എക്സിക്യൂട്ടീവ്സിനെ, മിനിസ്റ്റർ സ്റ്റാഫിനെ അപ്പോയിൻറ്റ് ചെയ്യാനുള്ള അധികാരം ഈ പറയുന്ന ആൾക്കാർക്കായിരിക്കും ഉണ്ടാവുക. ദെൻ നെക്സ്റ്റ് ടോപ്പിക്കാണ് പവേഴ്സ് ഓഫ് ജോയിൻറ്റ് കമ്മീഷണർ, അസിസ്റ്റൻറ്റ് ഡയറക്ടർ ഓർ ഡെപ്യൂട്ടി ഡയറക്ടർ ആൻഡ് അസസിംഗ് ഓഫീസർ. ഇതിൽ ഫസ്റ്റ് പോയിന്റ് പറയുന്നത് കോൾ ഫോർ ഇൻഫർമേഷൻ. ഇതിൽ പറയുന്ന അണ്ടർ സെക്ഷൻ 133 അനുസരിച്ചിട്ട് ഇവർക്ക് ഇൻഫർമേഷൻ കിട്ടാനുള്ള പവർ ഉണ്ട് എന്നാണ് ഈ പോയിന്റ് പറയുന്നത്. നെക്സ്റ്റ് പോയിന്റ് എൻ്റർ എനി പ്ലേസ് ഫോർ സർവേ. ഇവർക്ക് അവരുടെ ജുറിസ്ഡിക്ഷൻ പ്രകാരം അവരുടെ ആ സർവേ കണ്ടക്ട് ചെയ്യാനുള്ള, അതായത് എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സർവേ എടുക്കാനുള്ള പവർ എന്താണ് ഉണ്ട് എന്നാണ് പറയുന്നത്. ദെൻ നെക്സ്റ്റ് പോയിന്റ് പറയുന്നത് എൻ്റർ ബൈ ബിൽഡിംഗ് ഫോർ ഇൻഫർമേഷൻ. ഇവർക്ക് ഏതെങ്കിലും ബിൽഡിങ്ങിൽ ഇൻഫർമേഷൻ കിട്ടാൻ വേണ്ടിയിട്ട്, അങ്ങനെ എന്തെങ്കിലും ഇൻഫർമേഷൻ ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് എൻ്റർ ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട് എന്നാണ് പറയുന്നത്. ദെൻ ഫോർത്ത് പോയിന്റ് പറയുന്ന ഇൻസ്പെക്ട് രജിസ്റ്റേഴ്സ് ഒക്കെ ഇൻസ്പെക്ട് ചെയ്യാനുള്ള റൈറ്റ് എന്താണ് ഉണ്ട്. അതേപോലെ തന്നെ അതിൻ്റെ കോപ്പീസ് എടുക്കാനുള്ള റൈറ്റും എന്താണ് ഇവർക്ക് ഉണ്ട്. ദെൻ ഫിഫ്ത്ത് പോയിന്റ് പറയുന്നതാണ് മേക്ക് എൻക്വയറി. ഇൻകം ടാക്സ് ആക്ട് പ്രകാരം അവർക്ക് എൻക്വയറി കണ്ടക്ട് ചെയ്യാനുള്ള എന്താണ് റൈറ്റ് ഉണ്ട്. ദെൻ നെക്സ്റ്റ് പോയിന്റ് സെർവ് നോട്ടീസ് ഫോർ എൻക്വയറി. അണ്ടർ സെക്ഷൻ 142 ഓർ അണ്ടർ സെക്ഷൻ 148 പ്രകാരം എൻക്വയറി നടത്തുന്നതിന് മുൻപ് നോട്ടീസ് പ്രൊവൈഡ് ചെയ്യാനുള്ള റൈറ്റ് എന്താണ് മസ്റ്റായിട്ടും ഇവർക്ക് ഉണ്ട്. നെക്സ്റ്റ് പോയിൻ്റാണ് മേക്ക് അസസ്മെൻറ്റ്. ഇതിൽ പറയുന്ന അണ്ടർ സെക്ഷൻ 143, 144 ആൻഡ് 147 പ്രകാരം അസസ് ചെയ്യാനുള്ള പവർ എന്താണ് ഉണ്ട് എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് പോയിൻ്റ് എക്സാമിൻ റെക്കോർഡ്സ്. പെൻഡിങ്ങിൽ കിടക്കുകയാണെങ്കിൽ അതിൻ്റെ റെക്കോർഡ്സ് ഒക്കെ എന്താണ് എക്സാമിൻ ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട് എന്നാണ് പറയുന്നത്. ദെൻ നെക്സ്റ്റ് പോയിൻ്റ് പവേഴ്സ് ഓഫ് കോർട്ട്. അതായത് കോഡ് ഓഫ് സിവിൽ പ്രൊസീജിയർ 1908 പ്രകാരം എന്താണ് പവേഴ്സൊക്കെ ജോയിൻറ്റ് കമ്മീഷണർക്ക് എന്താണ് അതിൻ്റെ പവേഴ്സ് ഉണ്ട് എന്നാണ് പറയുന്നത് കോർട്ടിലുള്ള. ദെൻ 10th പോയിന്റ് പറയുന്നതാണ് കൺസീൽമെൻറ്റ് ഓഫ് ഇൻകം. അതിൽ പറയുന്ന അണ്ടർ സെക്ഷൻ 131 പ്രകാരം എൻക്വയറി നടത്തുമ്പോൾ സോഴ്സ് ക്ലിയർ അല്ലാത്ത ഫുൾ ഇൻകംസും എൻക്വയറി നടത്തുമ്പോൾ കിട്ടുകയാണെങ്കിൽ അവർക്ക് അതിൻ്റെ മുകളിൽ എല്ലാ പവേഴ്സും എന്താണ് ഉണ്ടെന്നാണ് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് പവേഴ്സ് ഓഫ് കമ്മീഷണർ. ദെൻ വാട്ട് ഈസ് കമ്മീഷണർ? എന്താണ് കമ്മീഷണർ? ഹൂ ഈസ് കമ്മീഷണർ? ആരാണ് കമ്മീഷണർ? അതായത് ഒന്നെങ്കിൽ കമ്മീഷണർ ഓഫ് ഇൻകം ടാക്സ്, ഡയറക്ടർ ഓഫ് ഇൻകം ടാക്സ്, അല്ലെങ്കിൽ പ്രിൻസിപ്പൽ ഓഫ് ഇൻകം ടാക്സ് ഓർ പ്രിൻസിപ്പൽ ഡയറക്ടർ ഓഫ് ഇൻകം ടാക്സ് ആവാം എന്നാണ് കമ്മീഷണർ നമ്മൾ പൊതുവായിട്ട് പറയുന്നത്. ദെൻ അതേപോലെ തന്നെ കമ്മീഷണർക്കും എന്താണ് അതേപോലെ തന്നെ പവേഴ്സ് ഉണ്ട് കുറച്ച്. അതിൽ 5 പോയിന്റ് പറയുന്നുണ്ട്. ഫസ്റ്റ് പോയിന്റ് പറയുന്നത് പവർ ഓഫ് ദി കോർട്ട്. അതായത് സിവിൽ പ്രൊസീജിയർ കോഡ് 1908 പ്രകാരം അതിൻ്റെ അണ്ടറിലാണ് വരുന്നത്. അതായത് കോർട്ടിനുള്ള സെയിം പവേഴ്സും എന്താണ് ഇവർക്കും ഉണ്ട് എന്നാണ് പറയുന്നത്. ദെൻ നെക്സ്റ്റ് പോയിന്റ് പറയുന്നതാണ് കോൾ ഫോർ ഇൻഫർമേഷൻ. ഇതിലെന്താണ് പറയുന്നത് വെച്ചാൽ ഇൻഫർമേഷൻ ഡിമാൻഡിന് വാങ്ങാനുള്ള റൈറ്റ് അല്ലെങ്കിൽ പവർ എന്താണ് ഇവർക്ക് ഉണ്ട്. ദെൻ നെക്സ്റ്റ് പോയിന്റ് ഇൻസ്പെക്ട് രജിസ്റ്റർ ഓഫ് മെമ്പേഴ്സ് ഇൻസ്പെക്ട് ചെയ്യാനുള്ളതിൻ്റെ
കോപ്പി കിട്ടാനുള്ള റൈറ്റും പവറും എന്താണ് ഇവർക്ക് ഉണ്ട്. ദെൻ നെക്സ്റ്റ് പോയിൻറ്റ് ഓൾട്ടർ അസസ്മെൻറ്റ് ഓർഡർ. അസസ്മെൻറ്റ് ഓർഡർ ഓൾട്ടർ ചെയ്യാൻ അല്ലെങ്കിൽ അത് കൺഫേം ചെയ്യാനുള്ള പവർ അല്ലെങ്കിൽ എൻഹാൻസ് ചെയ്യാനുള്ള പവർ എന്താണ് ഇവർക്ക് ഉണ്ട്. ദെൻ ലാസ്റ്റ് പോയിൻറ്റ് പറയുന്നതാണ് റെഡ്യൂസ് പെനാൽറ്റി. റെഡ്യൂസ് പെനാൽറ്റി ഓർ അല്ലെങ്കിൽ അത് ക്യാൻസൽ ചെയ്യാനുള്ള ഒരു പവർ എന്താണ് ഇവർക്ക് ഉണ്ട് എന്നാണ് പറയുന്നത്. ദെൻ ഇതാണ് എനിക്ക് കിട്ടിയിരിക്കുന്ന ടോപ്പിക്ക്, അതായത് പവേഴ്സ് ഓഫ് CBDT ആണ്. പവേഴ്സ് ഓഫ് ദി ഡയറക്ടർ ജനറൽ, ചീഫ് കമ്മീഷണർ ആൻഡ് കമ്മീഷണർ. ദെൻ പവേഴ്സ് ഓഫ് ജോയിൻറ്റ് കമ്മീഷണർ, അസിസ്റ്റൻറ്റ് ഡയറക്ടർ ഓർ ഡെപ്യൂട്ടി ഡയറക്ടർ ആൻഡ് അസസിങ് ഓഫീസർ. ദെൻ ലാസ്റ്റ് വൺ പറയുന്നതാണ് പവേഴ്സ് ഓഫ് കമ്മീഷണർ. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.